ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാന്റെ IRGC ഭരണകൂടം ഹോർമൂസ് കടലെടുക്ക് അടച്ചുപൂട്ടുമ്പോൾ കേരളത്തിലെ ചില വാർത്താ മുറികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയായിരുന്നു. ലോകത്ത് എണ്ണ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു, ഇന്ത്യയിൽ പെട്രോൾ വില കുതിച്ചുയരും, പാചകവാതകം ലഭ്യമാകില്ല, ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ ചില മലയാള മാപ്രകളുടെയും കമ്മിസുളാപ്പി നിരീക്ഷകരുടെയും കണ്ടെത്തലുകൾ. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഇറാന്റെ തീവ്രവാദ ഭരണകൂടത്തെ വെള്ളപൂശാനും പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ മേൽ ചാരാനുമായിരുന്നു ഇവരുടെ നീക്കം. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ പറയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 1.5 മാസം മുൻപ് ഇറാൻ യുദ്ധം മുന്നിൽ കണ്ട ഇന്ത്യ ഒരു വലിയ മാസ്റ്റർ സ്ട്രോക്ക് കളിച്ചു. അതിവരാരും അറിഞ്ഞില്ല. ഇന്ത്യയിലേക്കുള്ള എണ്ണ സ്രോതസ്സുകൾ നിശബ്ദമായി വൈവിധ്യവൽക്കരിച്ചു. ഫലമോ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുമ്പോഴും ഇന്ത്യ സേഫാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ സമാനതകളില്ലാത്ത നയതന്ത്ര വിജയമല്ലെങ്കിൽ പിന്നെന്താണ്? ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രം എത്രത്തോളം പഴുതടച്ചതാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഹോർമൂസ് കടലെടുക്ക് ഇറാൻ ഉപരോധിച്ചതിനെ തുടർന്ന് ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ ഇന്ത്യ 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഒരു ദശാബ്ദക്കാലമായി വെറും 27 വിതരണക്കാരെ മാത്രം ആശ്രയിച്ചിരുന്ന രീതിയിൽ നിന്നാണ് ഒറ്റയടിക്ക് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്ക, ബ്രസീൽ, കാനഡ, ഓസ്ട്രേലിയ, നോർവേ, അർജന്റീന, അങ്കോള, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ ഹോർമൂസ് കടലെടുക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും സുരക്ഷിതമായ സമുദ്രപാതകളുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ പുതുതായി ഈ പട്ടികയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള വിതരണവും മുടക്കമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ 70% ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള സുരക്ഷിതമായ വഴികളിലൂടെയാണ് രാജ്യത്ത് എത്തുന്നത്. പ്രതിദിനം 55 ലക്ഷം ബാരൽ എണ്ണ ഉപയോഗിക്കുന്ന രാജ്യത്ത് നിലവിൽ 74 ദിവസത്തേക്കുള്ള അസംസ്കൃത എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കരുതൽ ശേഖരമുണ്ട്. പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പെട്രോൾ ഡീസൽ പ്രതിസന്ധി മാത്രമല്ല പരിഹരിക്കുന്നത്, നമ്മുടെ അടുക്കളകളിൽ പാചകവാതകം LPG മുടങ്ങില്ല എന്ന് ഉറപ്പാക്കുന്നത് കൂടിയാണ്. അതെങ്ങനെയെന്നല്ലേ? ഇന്ത്യയുടെ LPG ഉപഭോഗത്തിന്റെ 60% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ തന്നെ 90% വന്നിരുന്നത് ഇതേ ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു. ഇറാൻ ആ വഴി അടച്ചപ്പോൾ ഇന്ത്യയിലെ അടുക്കളകളിൽ തീ പുകയില്ല എന്ന് പലരും കരുതി. എന്നാൽ അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നുമൊക്കെ സുരക്ഷിത പാതകളിലൂടെ എത്തുന്ന അസംസ്കൃത എണ്ണ ഉപയോഗിച്ച് രാജ്യത്തെ റിഫൈനറികൾ ഇപ്പോൾ 100%-ലധികം ശേഷിയിൽ രാപ്പകൽ പ്രവർത്തിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ഉപ ഉൽപ്പന്നമായി ലഭിക്കുന്ന പ്രോപ്പൈൻ, ബ്യൂട്ടൈൻ തുടങ്ങിയവ പരമാവധി LPG ആക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. അങ്ങനെ ഇറക്കുമതി നിലച്ചിട്ടും ആഭ്യന്തര LPG ഉൽപാദനം ഒറ്റയടിക്ക് 25% വർദ്ധിച്ചു. ഗാർഹിക PNG വിതരണത്തിനും വാഹനങ്ങൾക്കുള്ള CNGക്കും യാതൊരു വെട്ടിക്കുറവുകളുമില്ലാതെ 100% വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. പരിഭ്രാന്തി കാരണമുള്ള ബുക്കിങ്ങുകൾ ഒഴിവാക്കണമെന്നും വിലക്കയറ്റമോ പൂഴ്ത്തിവെപ്പോ ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പ്രവാസികളുടെ കാര്യത്തിലും സർക്കാരിന്റെ ഇടപെടൽ നിർണായകമാണ്. GCC രാജ്യങ്ങളിലുള്ള 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് കേന്ദ്രം ഇപ്പോൾ 1ാം മുൻഗണന നൽകിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ 28 ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ നാവികസേനയുടെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും നിരന്തര നിരീക്ഷണത്തിലാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും നേരിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരു ജനാധിപത്യ സുന്ദരമായ രാജ്യത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കുന്ന ഹൂത്തികളും ഹിസ്ബുള്ളയും പോലെയുള്ള തീവ്രവാദികൾക്ക് ആയുധം നൽകി പശ്ചിമേഷ്യയെ കലാപഭൂമിയാക്കുന്ന IRGCക്ക് ജയ് വിളിക്കുന്ന എല്ലാവന്മാരെയും ഒന്ന് നോക്കിവെച്ചോ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഫുൾ സ്വിംഗിൽ പത്തി വിറത്തിയാടുന്ന എല്ലാ വിഷപ്പാമ്പുകളെയും ഒന്ന് നോക്കി വെച്ചോ. IRGC ഹോർമൂസ് അടച്ചുപൂട്ടുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഇവർ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് ഒറ്റുകൊടുക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങൾ ഇന്ധനക്ഷാമം ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് കൃത്യമായ നയതന്ത്ര ഇടപെടലുകളുടെ 40 രാജ്യങ്ങളുമായി കരാറിന് ഏർപ്പെട്ട മോദി സർക്കാരിന്റെ പ്രായോഗിക ബുദ്ധിയാണ് ഇത് 140 കോടി ജനങ്ങൾക്ക് സുരക്ഷാ കവചമാകുന്നത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക എന്ന ഭരണതന്ത്രജ്ഞരുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ നീക്കം. ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശക്തവും വ്യക്തവുമായ ഒരു നേതൃത്വം ന്യൂഡൽഹിയിൽ ഉണ്ട് എന്ന് തന്നെയാണ്. രാജ്യവിരുദ്ധ കോമരങ്ങൾ ഇവിടെ കിടന്ന് എത്ര ബഹളം വച്ചാലും അലമുറയിട്ട് കരഞ്ഞാലും അത് അങ്ങനെ അല്ലാതാകുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.